മുന്നിൽ സുന്ദരമായ ഒരു കാഴ്ചയുണ്ട്. ആൽപ്സിന്റെ മാനസ സരസ്സു പോലെ ഒരു തടാകം, ഹിമവത്സൃംഗങ്ങൾ പോലെ മഞ്ഞണിഞ്ഞു കിടക്കുന്ന പർവ്വതനിരകൾ. ഇവിടെ ഒരു വലിയ തെർമോമീറ്റർ ഉണ്ട്. താപനില 0 ഡിഗ്രിയോട് അടുത്തിരിക്കുന്നതായി അത് തെളിയിക്കുന്നു. ഒരു ഉരുളൻ കേബിൾ കാർ പർവ്വത നെറുകയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. 3ാം ഘട്ട യാത്ര ഇത്തരം ഗൊണ്ടോളയിലാണ്. കൂറ്റൻ മഞ്ഞുപാറകൾക്ക് മുകളിലൂടെയാണ് കഴിഞ്ഞു. ശൈത്യകാലത്തിന്റെ ആരംഭ ദിനങ്ങൾ. ഒരു മാസം ഇതാണ് സിംഗപ്പൂർ. കൊള്ളാല്ലേ അമ്മേ? അമ്മ ഈ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോന്നാ? എന്റെ ഹവീൽദാർ എവിടെയൊക്കെ ജോലിക്ക് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സിംഗപ്പൂര്, ഭോപ്പാൽ, ലഡാഡൂൺ എന്ന് വേണ്ട ഇരുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എടി, കാശ്മീർ നീ കണ്ടിട്ടുണ്ടോ? അയ്യോ, കാശ്മീരൊന്ന് കാണണം. പിന്നെ ഈ സിംഗപ്പൂർ ഈ മലകളൊക്കെ പൂത്തു നിൽക്കുന്നത് കാണണം. അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. ഇങ്ങനെ വരിയായിട്ട്. അല്ലമ്മ, ഈ മലകൾ എങ്ങനെ പൂക്കണേ? എടി, ഈ മലകൾ എന്ന് പറഞ്ഞാൽ ഈ മലകളിലെ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും മരം അത്ര ഇതാണ്. പിന്നെ ഈ കാശ്മീരില് തടാകങ്ങളുണ്ട്. എന്റെ പൊന്നെ, തടാകങ്ങളിൽ ഇങ്ങനെ ഈ പക്ഷികൾ വന്നിട്ട് ഇങ്ങോട്ട് പറന്നിങ്ങനെ ഇങ്ങോട്ട് എന്തോന്നാ കൊത്തിയെടുത്തോണ്ട് പോണതും ഒരറ്റത്ത് കുളിക്കുന്നതും ചിറകിട്ട് അടിക്കുന്നതും എന്റെ പൊന്നെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ പറയാലോ. അല്ലടി, നീ കേരളത്തിന്റെ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒന്ന് പോമ്മ അവിടുന്ന്. ഈ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയില്ലേ? പിന്നെ അപ്പൊ അവര് ഈ മൂന്നാറ്, വാഗമൺ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാതെ ഞാനെങ്ങും പോയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചമ്മേ, കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ ഈ ലോകം മുഴുവനും കറങ്ങണമെന്ന്. പക്ഷെ എന്റെ ഭർത്താവാണെങ്കിൽ എന്നെ അടുക്കളയിലിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ മേട്ടൻ എന്നെ ഹണിമൂണെന്ന് പറഞ്ഞു പോലും എങ്ങും കൊണ്ടുപോകാതിരുന്നേ? എടി, എന്റെ ഹവീൽദാർ ജോലിയിൽ ഇരുന്നതുകൊണ്ടല്ലേ എന്നെ അവിടെയൊക്കെ കൊണ്ടുപോയത്. അവനിവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലല്ലയോ ജോലി, പിന്നെ എങ്ങനെയാടി? എന്നിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫീസ് കാണാൻ പോലും എന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ. അവനെന്ന് പറയട്ടെ, ഞാൻ പറയാം നിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് കൊണ്ടുപോകാൻ. ഇലക്ട്രിസിറ്റി ഓഫീസ് എന്നെ ടൂർ കൊണ്ടുപോകാൻ പറയണം അമ്മ. ടൂറ്, നമുക്കൊരു ടൂർ അറേഞ്ച് ചെയ്യാം. അമ്മ വരട്ടെ, ഞാനത് ഏർപ്പാടാക്കി തന്നെ. അല്ല, അവന് അയ്യോ അവന് നാക്ക് വായിലിട്ടില്ലതാ വന്ന് കേറിയവൻ. കേറി വേടാ, ഇരുന്നാണ് കാര്യം പറയാൻ. ടി വി കണ്ടോണ്ടിരിക്കുകയാണല്ലേ? എന്റെ അമ്മ ഇടയ്ക്കൊക്കെ നേടിയിട്ട് നടക്കണില്ല, കാലിനെ മുട്ടതേ വളഞ്ഞോണ്ടിരിക്കും. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഇടുന്നുണ്ട്. അയ്യോ, അത് കണ്ടോ, എന്ത് രസമുള്ള സ്ഥലങ്ങളായിട്ടാ. ഇവിടെയൊക്കെ അമ്മ പോയിട്ടുണ്ടെന്ന്. പിന്നെ അമ്മ എന്തോരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അച്ഛങ്ങനെ മാറി മാറി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്മനെയും കൊണ്ടുപോകും. അമ്മയുടെ ഒക്കെ ഒരു ഭാഗ്യം. ഞാൻ എങ്ങും പോയിട്ടില്ല. എനിക്കാണെങ്കിൽ ഈ കാടും മലയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാ അമ്മേ. കാടും മലയും കാണാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നീ എന്റെ കൂടെ വാ, നിന്നെ ഞാൻ പോസ്റ്റിൽ കയറ്റാം. അപ്പൊ അതിന് മുകളിൽ കയറി കാടും മല നിറയെ കാണാം. കണ്ടോ അമ്മേ, ഇതാ ഞാനൊന്നും പറയാതെ. എന്താ അവളെ എവിടെയെങ്കിലും ഒന്ന് ടൂറിന് കൊണ്ടുപോടാ. ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോഴമ്മ, ഞങ്ങളുടെ ഓഫീസിന് ടൂർ പോകണ്ട. ഓഫീസിലെ സ്റ്റാഫ് എല്ലാം കൂടെ, സ്റ്റാഫും അവരുടെ ഫാമിലി എല്ലാം കൂടെ. പിന്നെ നിങ്ങൾ കൂടെ പോയി അവരെ കൂടെ. അപ്പൊ ഞങ്ങൾ കൂടെ എന്നാ പോയാലോ എന്ന് ചോദിച്ചു. ശരി, സമാധാനമായല്ലോ. അത് ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങൾ. 2 ദിവസം ടൂറാമ്മ. 2 ദിവസം. 2 ദിവസം. പോയിട്ട് വരി. ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേര്? എന്താ വേണം? സമാധാനായ ശരിക്കും പറയാണോ? ആണ് സത്യം. പിന്നെന്താ? അല്ല, ഇത്രയും വർഷമായിട്ട് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ടാ. 1 വർഷമായിട്ട് പോവാത്തോണ്ടല്ലേ ഇപ്പൊ പോണത്. സത്യാണോ? പിന്നെ അമ്മയും കൂടി വാ. പറ്റാത്തത് ഇതിന് അമ്മയെ കൊണ്ടുപോണത്. പിന്നെ അമ്മയും കൂടി വരട്ടെ, നമുക്ക് 3 പേർക്കും കൂടി അങ്ങ് രസിച്ചു പോവാം. എന്തിനാ അമ്മയെ കൊണ്ടുപോണത്? നമ്മുടെ കാലിന്റെ മുട്ടിന്റെ പ്രശ്നമാണ്. എടാ, അതിന് നടന്നല്ലേ പോണ, വണ്ടിയിലല്ലേ പോണത്? അല്ലെങ്കിൽ തന്നെ ഞാനില്ലേ. പിന്നെ അമ്മയെ കൊണ്ടുപോകുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ തിരിച്ചു വന്ന് ഇവിടെ കടപ്പാവും. അത് തിരി കുഴമ്പിട്ട് ഇത്തിരി ചൂടുവെള്ളം പിടിക്കുമ്പോഴത്തേക്ക് അതൊക്കെ മാറുമല്ലേ. എന്തായാലും നമുക്ക് പോവാട്ടാ. എന്നാ പിന്നെ പോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും നമ്മൾ 3 പേരും പോണ്.
അപ്പൊ പിന്നെ അതുങ്ങൾ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാടാ? ആര് തങ്കം ക്ലീറ്റസോ? ഈ അമ്മ വെറുതെ ഈ പോക്ക് അലമ്പാക്കാൻ നിൽക്കണ്ടേട്ടാ. അതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോളെ വേണച്ച കൊണ്ടുപോവാം. തക്കിളിയെ കൊണ്ടുപോവാ. ആ അത് മതി, അല്ലാണ്ട് താങ്കത്ത് മറ്റേ തങ്കം ക്ലീറ്റസ് ഒന്നും വേണ്ട. അവരെന്തോ വിചാരിക്കൂടാ? എന്ത് വിചാരിക്കാൻ അവരുടെ സ്വഭാവം അവർക്ക് അറിഞ്ഞൂടെ? നിന്റെ പെങ്ങളല്ലേടാ? എന്താ എത്ര പിന്നെ അവിടെ പോയി കിടന്ന് ഇനി വഴക്കൂടാനിട്ട് അമ്മയ്ക്ക് എന്തോന്ന് വഴക്കൂടാൻ? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും. ഇവിടെ കിടന്ന് വഴക്കൂടുന്ന കാണാൻ നല്ല അന്യ രാജ്യത്തിലൊക്കെ പോകുമ്പോ അവൻ കിടന്ന് കാണും. ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയിട്ട് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് വെറുതെ അവനെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയേണ്ടി വരും. അങ്ങനത്തെ മാനക്കേടൊന്നും അവൻ ചെയ്യത്തൊന്നുമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോ. നീ ഒന്ന് പോയി ചോദിക്ക് വരുമോ ചോദിച്ചാൽ. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. എടാ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. എന്തായാലും ഒന്ന് പോയി ചോദിക്കട്ടെ. ചോദിക്കട്ടെ പൈസ വേണ്ടേ? എന്തായാലും ഇവിടെ 2 കൊച്ചുങ്ങൾ അധികം ഉണ്ടെങ്കിൽ കൊണ്ടുപോകണ്ടേ? അത് ഉണ്ടെങ്കിലല്ലോ ഇല്ലല്ലോ. നീ ഒന്ന് പോയി ചോദിക്കടി കൊച്ചേ. അമ്മ ഇതിന് പൈസ വേണമെന്ന് ഓരോരുത്തർക്ക് എന്തുമാത്രം പൈസ വരുന്ന വിചാരം. രണ്ടുപേരും കൂടെ കൊണ്ടുപോകണം. എന്തായാലും തക്കുളി മുള കൊണ്ടുപോകണം. പിന്നെ ഈ അതുങ്ങളെ രണ്ടുപേരും കൊണ്ടുപോകണേനാണ് ഇത്ര വിഷമം. നീ ഒന്ന് പോയി ചോദിക്കുമല്ലോ. ഞാൻ പോയി ചോദിക്കാം. പക്ഷെ അവര് വന്നില്ലാന്ന് പറഞ്ഞ പിന്നില്ല. പിന്നെ വേണ്ട, എന്തായാലും നമുക്ക് ചോദിച്ചില്ലെന്ന് വേണ്ടല്ലോ. വരില്ല എന്ന് പറയില്ലല്ലോ. ടൂർ പോണാ ചോദിക്കണ്, വരില്ല എന്ന് പറയൂ ആരെങ്കിലും? നീ പോയി ചോദിക്കടി. പിന്നെ അമ്മ നിർബന്ധിക്കാനൊന്നും നിൽക്കരുത്. അല്ല ഇല്ല അതൊന്നുമില്ല, നീ പോയി ചോദിക്കാൻ എന്തായാലും. ചായ എടുക്കമ്മ. വേണ്ടെങ്കിൽ അങ്ങ് നിർത്തിയാലേ. എന്താ ഉദ്ദേശം? അതല്ല, ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന് നമുക്കതിലിപ്പോ 10 വയസ്സല്ലേ ആയുള്ളൂ. 10 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അവളെ കാര്യം. നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ വന്നേ. അതെ, ഇവളുടെ വെക്കേഷൻ തുടങ്ങിയ കാര്യം അറിയാമോ? അതുകൊണ്ട് അവളിങ്ങനെ വീട്ടിലിരുത്താതെ എന്തെങ്കിലും ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കും, വല്ല ഡാൻസിനോ പാട്ടിനോ ഒക്കെ. ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കണമെങ്കിലേ കാശ് ചെലവാകും. ഫ്രീ ആയിട്ട് ആരെങ്കിലും പഠിപ്പിക്കുമെങ്കിൽ നീ വിടും. അതെ അല്ലേ? കാശ് ചെലവാകുമെന്ന് അറിഞ്ഞില്ലായിരുന്നല്ലേ? അപ്പൊ കാശൊന്നും ഇല്ലേ കയ്യില്? എല്ലാ ദിവസവും പോണ്ടല്ലോ ഒരുങ്ങി കെട്ടി. ഇതാണ്ടെ ഉണക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ബാക്കിൽ ഇട്ടൊക്കെയാണ്. ഇച്ചിരി വെയിലൂടെ കൊണ്ട റെഡിയാവും. എടുക്കണോ? അതെ, അവളാക്കാൻ ഇതിന് മാത്രം ലക്ഷങ്ങളൊന്നും വേണ്ട. വെക്കേഷൻ ക്ലാസ്സിന് ഒരു 1500 രൂപ മതിയാവും. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തുന്നിക്കൂട്ടി. ഒന്ന് കൊണ്ടൊന്ന് ചേർക്കാൻ പറ്റുമോ? ചിന്തയില്ലാത്ത ഒരു മനുഷ്യനെന്റെ പൊന്നോ, ഒന്ന് കൊണ്ടുപോയി ചേർത്ത് തരാൻ പറ്റുമോ? നോക്കാം. നോക്കാം. ഇങ്ങനെ തുള്ളാൻ നടക്കാൻ ഇഷ്ടമുള്ളൊരു മാന്യം വേണ്ട. നിങ്ങൾ കൊണ്ടൊന്ന് ചേർക്കണ്ട, അതും ചിലവാക്കി കളയും നിങ്ങൾ. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിനോടും. 10 പൈസ സമ്പാദിക്കാൻ അറിയില്ലാത്ത ജന്തു. തിന്നും കുടിച്ചിങ്ങനെ ഞാനും ഇപ്പൊ ചെലവിന് കൊടുക്കണം. ഞാനാ രാവിലെ എണീറ്റ് എച്ചി കണക്ക് പറയുന്നത്. എടി ആത്മാഭിമാനമുള്ളവർക്ക് തൊലി പൊളിയും കേട്ടോ. അഭിമാനം. തൊലി പൊളിയുണ്ടെങ്കിൽ കൈ കൊണ്ട് അങ്ങ് വലിച്ചു പറിച്ച് കളാം. 5 ദിവസം കഴിയുമ്പോൾ വന്നോളൂ. പൊളിക്കണം മാത്രമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഡേ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്നു പഠിക്കടി. ഇന്നലെ പഠിച്ചപ്പോ പറഞ്ഞു വെക്കേഷൻ ആയോണ്ട് ഇന്ന് കളിക്കാൻ. ഇന്നിപ്പോ കളിച്ചപ്പോ പറയുന്നു പഠിക്കാൻ. എന്തുവാ ഡാഡി? ആടി ഭ്രാന്താ ഭ്രാന്ത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എലിയെ കൊണ്ട് കളിപ്പിക്കും. അപ്പൊ ഈ കടിക്കണ ഒരു പട്ടിയുള്ളത് പോരായിരിക്കും. ഇതിനെ കൊണ്ട് നീ കടിപ്പിച്ച് അടങ്ങൂല്ലേ? എഴുന്നേറ്റേ. എടി വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാനെങ്കിലും പഠിക്ക്. കെട്ടി വല്ലവനെയും കൂടെ പോവാനുള്ളതാ. അമ്മോ, കെട്ടിച്ചു വിടുന്ന കാര്യമൊക്കെ അറിയാലോ. ആ വിചാരമൊക്കെ ഉണ്ടല്ലേ? അയ്യോ, പിന്നെ നിനക്ക് മാത്രമേ ഉള്ളൂ കൊച്ചിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ. ഒന്ന് പോണില്ലേ രാജ്യം ഭരിക്കാൻ? എന്തെങ്കിലും ഇരിക്കണേ. ഡേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? ഇറങ്ങി പോയിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ തിരിച്ചു വരൂല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒരു 5-6 പേരെ കൊന്നിട്ട് വരാം. അപ്പൊ നിനക്ക് സമാധാനാവോ? അതെ, അങ്ങനെ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാം. അപ്പൊ കുറച്ച് നാൾ ജയിലിലെങ്കിലും പോയി കിടക്കാം. പാർട്ടി ഓഫീസിൽ സ്വസ്ഥത ഇല്ലാത്തോണ്ട് ഇച്ചിരി സമയം ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോ അതിനേക്കാൾ പിന്നെ നിന്നെ വല്ല പാർട്ടിയിൽ ചേർക്കണത് നല്ലത്. ഇനിയിപ്പോ അതായി കണ്ടുപിടുത്ത ഒരു സമാധാനവും തരത്തില്ല. നിങ്ങൾ പുറത്തോട്ട് പോക്കളീട്ടോ. എനിക്ക് അതാ സമാധാനം. നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്ക് പറഞ്ഞു വരും. എന്തുക്കോ ഞാൻ പുറത്തോട്ട് പോണം. ഇല്ലടി വാടി. രാവിലെ തന്നെ തുടങ്ങിയോ ക്ലീറ്റോ ചേട്ടനെ വഴക്കുറയില്? ചേട്ടൻ വഴക്കുറയില്ല, നല്ല മുതലാണല്ലോ. എനിക്ക് കിട്ടിയേക്കണ അവാർഡാ. അവർക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നാലിന്റെ ചൊറിച്ചിന് മാറണ്ടേ? അതെ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഏട്ടന്റെ ഓഫീസിൽ നിന്ന് എപ്പോഴും വെക്കേഷൻ ടൂർ പോവില്ലേ?
ഇത്തവണ ഞങ്ങളും കൂടി പോയാലോ എന്ന് ആലോചിക്കാം. ആഹാ നിങ്ങൾക്കൊക്കെ പോകാലോ. അല്ല എന്തായാലും ഇവിടെ കൊണ്ടുപോണ്ട്. ചേട്ടാ അപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി അമ്മ എന്നെ പറഞ്ഞു വിട്ടതാ. ആ അത് നന്നായി. എത്ര ദിവസം അടി ടൂറ്? എന്തായാലും ഒരു 2-3 ദിവസം എടുക്കും. പാർട്ടി മീറ്റിംഗ് പ്രശ്നമാവുമല്ലോ അപ്പൊ. എന്നാ പിന്നെ ക്ലീറ്റോ ചേട്ടൻ വരണ്ട, നാത്തു വരണ്ടോ? അപ്പൊ കൊറേ പൈസ വേണ്ടി വരുമോ? പൈസ എന്ന് പറഞ്ഞാൽ വട്ടച്ചെലവൊക്കെ കൂട്ടി ഒരു 10,000 രൂപയൊക്കെ വേണ്ടി വരും. അത്രേ ഉള്ളൂ. 10,000 രൂപയോ? പിന്നെ നടക്കൂല മോളെ, ഞങ്ങള് വന്നില്ല, അവളെ കൊണ്ടുപോയാൽ മതി. തങ്കം 10,000 രൂപ എന്ന് പറയുന്നത് ഇപ്പൊ വലിയ സംഭവമൊന്നുമല്ല. ഒരാൾക്കാർ ടൂർ പോണത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കാ. ആണല്ലേ? ആ അകത്തുനിന്ന് ട്രീറ്റ് എടുത്ത് വെച്ചാണ് പൈസ എടുത്ത അവളുടെ കൊടുക്കും. ചെല്ല്. 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ കൊടുക്കാനായിട്ട്? പൈസ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എവിടെ ഇരിക്കണ്? നമ്മുടെ സരോജ ചേച്ചി എടുത്ത് നീ ചിട്ട് കൂടിയില്ല 10,000 രൂപ കിട്ടിയല്ലോ, അതുണ്ടല്ലോ. അയ്യേടാ സരോജിനി ചേച്ചിയുടെ ചിട്ടി പൈസയും കണ്ടിട്ടിരിക്കണത് അത് തുള്ളാനായിട്ട്. അതൊന്നും നടക്കൂല, അതിന് വേറെ ആവശ്യങ്ങളുണ്ട് ഇവിടെ. നാത്തുനെ ഈ 10,000 കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? എന്റെ പെണ്ണെ സ്കൂൾ തുറക്കാൻ പോവാ 2 മാസം കഴിയുമ്പോഴത്തേനും. ഞാൻ അന്നേരം എവിടെ പോയി ചോദിക്കും? ബാഗിനും ബുക്കിനും യൂണിഫോമിനൊക്കെ നല്ല കാശാകും. സ്കൂള് തുറക്കാൻ ഇനി സമയല്ലേ? അന്നേരം കയ്യിലുണ്ടാവൂലെന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചേക്കണ പൈസയാ. നിങ്ങൾ എന്തേ പിള്ളാളിക്ക് അതുകൊണ്ട് ഞങ്ങൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ഊട്ടിയും കൊടൈക്കനാലൊക്കെ ഉണ്ട്. നല്ല തണുപ്പായിരിക്കല്ലേ? എന്തൊരു ചൂടാ ഇവിടെ. എനിക്ക് ചൂടാ ഇഷ്ടം. 2 ദിവസം പോയി നിൽക്കായിരുന്നില്ലേ? ചൂടത്ത് നല്ല സുഖ. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് പിടിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്. ഒന്ന് തക്കിളി നിന്നോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു, ഇനി ഞാൻ വിടൂലേട്ടാ നിന്നെ. അതല്ല, അവക്ക് വിഷമം എന്താണെന്നറിയാമോ? അതിന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിലല്ലേ അവക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ല അങ്ങനെയൊന്നും ഇല്ല. പിന്നെന്തോന്നു? നീ അമ്മേനോട് പറഞ്ഞേക്ക് ഞങ്ങള് വരുന്നില്ല, അവളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അല്ല ക്ലീറ്റോ ചേട്ടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടാ മതി കേട്ടാ. അങ്ങനെ ഉറപ്പിക്കണ്ട, ചിലപ്പോ ഞങ്ങളും വരും. ശരി എന്നാ. എന്റെ എന്നിട്ട് നിങ്ങൾ എവിടുന്ന് പൈസ എടുക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കണേ? 10,000 രൂപ നിങ്ങൾ മറന്നേക്കാന്ന് ഞാൻ തരില്ല. അത് കൊച്ചിന്റെ സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഞാൻ കൈയോട് കുത്തി ഞാൻ അന്ന് നിന്റെ അടുത്ത് പറഞ്ഞ കൊച്ചിനെ വല്ല ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താൽ മതി. ഫ്രീ യൂണിഫോം, ഫ്രീ ബുക്ക്, ഉച്ചകഞ്ഞി ഫ്രീ, എല്ലാ സൗജന്യങ്ങളും ഉണ്ട് അവിടെ. എന്നിട്ട് വേണം ആ കൊച്ചിന് ഇംഗ്ലീഷും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല, 10 പേരുടെ മുമ്പിൽ നാണം കെടാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചവന്മാരൊക്കെ നാണം കെടും, പക്ഷെ മലയാളം സ്കൂളിൽ പഠിച്ച ഒരുത്തനും ഇതുവരെ നാണം കെടേണ്ടി വന്നിട്ടുണ്ട്. വലിയ വലിയ നിലയിൽ ഇരിക്കുന്നവരൊക്കെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചവരല്ലേ. നിങ്ങൾ കുറെ വലിയ നിലയിലാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ക്ലീറ്റോ ഒരുപാട് ന്യായീകരണങ്ങൾ പറയണ്ട, ഞാൻ പൈസ തരില്ല. എടി ജീവിക്കുമ്പോ ഇച്ചിരി സന്തോഷമായിട്ട് ജീവിക്കണം. Alien versus Alien.